വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. വേനൽ മഴയ്ക്കൊപ്പം എത്തിയ കനത്ത കാറ്റിൽ കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങൾ ആന്റണി ജോൺ MLA യുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. 98 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത്. നാശനഷ്ടങ്ങൾ വേഗത്തിൽ തിട്ടപ്പെടുത്തി ഇവയുടെ ക്ലെയിം ഉടനെ തന്നെ സമർപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. കോതമംഗലം താലൂക്കിലെ കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ ആന്റണി ജോൺ MLA സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം വേനൽ മഴയിലും കാറ്റിലും കോതമംഗലം താലൂക്കിൽ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ കൃഷിനാശം നേരിട്ടു. കവളങ്ങാട്, പിണ്ടിമന, വാരപ്പെട്ടി, കോതമംഗലം മുനിസിപ്പാലിറ്റി, നെല്ലിക്കുഴി, കീരമ്പാറ, കോട്ടപ്പടി, കുട്ടമ്പുഴ, പോത്താനിക്കാട് പഞ്ചായത്തുകളിലാണ് നാശനഷ്ടമുണ്ടായത്. പ്രാഥമികമായ കണക്കെടുപ്പിൽ ഏകദേശം 11,500 കുലച്ച ഏത്തവാഴകളും 8,000 ഏത്തവാഴകളും അടക്കം 19,500 വാഴകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 1 ഹെക്ടർ സ്ഥലത്തെ കപ്പ കൃഷി, 20 റബ്ബറുകൾ എന്നിവയ്ക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. 125 കർഷകരുടെ വിളകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഈ തോട്ടത്തിൽ 3,500ഓളം വാഴ നിലവിൽ വച്ചതാണ്. വച്ച വാഴയ്ക്കകത്ത് ഇപ്പോൾ ഏകദേശം ഒരു 1,200ഓളം വാഴ കാറ്റ് ബാധിച്ച് ഒടിഞ്ഞിട്ടുണ്ട്. ഏകദേശം അടുത്ത മാസം കൊണ്ട് കൊല വെട്ടി തീരേണ്ടതായ തോട്ടമായിരുന്നു. ഈ ആഴ്ച തന്നെ കൊല വെട്ടാൻ തുടങ്ങേണ്ടതായ തോട്ടമായിരുന്നു. നാശനഷ്ടങ്ങൾ പരിശോധന നടത്തി തിട്ടപ്പെടുത്തി ഇവയുടെ ക്ലെയിം ഉടനെ സമർപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആകെ 98 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത്. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലും കൃഷിനാശമുണ്ടായിട്ടുണ്ട്. വേനൽ മഴയിലും കാറ്റിലും കോതമംഗലം താലൂക്കിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത്. വാഴ, കപ്പ, റബ്ബർ ഉൾപ്പെടെയുള്ള വിളകൾക്ക് വലിയ നാശമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരമായി ശേഖരിച്ച കണക്ക് പ്രകാരം ഏതാണ്ട് 19,500-ലേറെ കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകളും അതുപോലെ തന്നെ കപ്പ, റബ്ബർ ഉൾപ്പെടെയുള്ള അത്തരം വിളകൾക്കാണ് വലിയ നാശമുണ്ടായിട്ടുള്ളത്. താലൂക്കിൽ വാരപ്പെട്ടി, വല്ലാരിമംഗലം, അതോടൊപ്പം തന്നെ കവളങ്ങാട്, കോട്ടപ്പടി, കീരമ്പാറ, കുട്ടമ്പുഴ മുനിസിപ്പൽ പ്രദേശത്തടക്കം ഏതാണ്ട് എല്ലാ മേഖലയിലും ഏറെയും കുറഞ്ഞും ഈ നാശമുണ്ടായിട്ടുണ്ട്. കൃഷിനാശമുണ്ടായ പ്രദേശങ്ങൾ ആന്റണി ജോൺ MLA യുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. MLAക്കൊപ്പം കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കർഷകരും ഉണ്ടായിരുന്നു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി MBITS. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.